നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ കാണിക്കുന്നത് താമരയുടെ ട്യൂബർ നടുന്നതിൻ്റെ വീഡിയോ ആണ്. കുറേ നാളായിട്ട് താമര വെച്ച് പിടിപ്പിക്കുക. പക്ഷേ താമര വെച്ച് പിടിപ്പിക്കുന്നതല്ലാതെ പൂവുണ്ടാകുന്നില്ല. നല്ലതായിട്ട് താമര ഇലകൾ കിളിക്കുന്നുണ്ട്, പൂവുണ്ടാകുന്നില്ല. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പി വന്നപ്പോഴാണ് RR ലോട്ടസ് എന്ന് പറഞ്ഞ് കൊല്ലത്തുള്ളൊരു ചേട്ടൻ്റെ താമരയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ട്യൂബർ മേടിച്ച് 2 എണ്ണം, ഒന്ന് റെഡും ഒന്ന് പിങ്കിൻ്റേതും. അപ്പോൾ അതിന്ന് നടുന്നതിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി ഒരു ട്രേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിപ്പം താമരയുടെ ട്യൂബർ നടാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കൈ എല്ലുപൊടി വിതറുക. അതിന് ശേഷം ഉണക്ക ചാണകപ്പൊടി, ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. അത് നല്ലതായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കല്ലില്ലാത്ത മണ്ണും ഇടണം. മണ്ണ് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, മണ്ണ് കുറഞ്ഞു പോകരുതെന്നുള്ളൊരിതേ ഉള്ളൂ. ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഉറപ്പിച്ച് എടുക്കാം. ഇടയ്ക്കൊക്കെ അതിനകത്ത് കല്ലൊക്കെ ഉണ്ട്. ചെളി തന്നെ വേണമെന്നില്ല താമര നടുന്നതിന്. സാധാ നമ്മുടെ അയ്യത്തെ മണ്ണ് മതി. പക്ഷെ അതിനകത്ത് കല്ലുകളൊന്നും വരല്ലെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അതിനകത്ത് ഇടയ്ക്കൊക്കെ കല്ലുണ്ട്. അത് കുറച്ചുകൂടെ മണ്ണിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ട്യൂബർ വെച്ച് കൊടുക്കാം. ഇതാണ് ട്യൂബർ. ഇതിങ്ങനെ ഈ വിത്ത് മണ്ണിലേക്ക് തറഞ്ഞിരിക്കണം. ഇലകൾ മേളിലോട്ട് മണ്ണിനടിയിൽ പോകണം വിത്ത്. അങ്ങനെ ഒരു ചട്ടിയിൽ താമരയുടെ ട്യൂബർ നട്ടു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക.
നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നട്ടാലേ നേരം ഉണ്ടാകത്തുള്ളൂ. ഇല മുങ്ങി പോവാതിരിക്കാൻ അതിൻ്റെ ലെവലിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് കൊതുകൊന്നും മുട്ടയിടുമെന്നുള്ള ഇതില്ല. കൊതുകൊക്കെ മുട്ടയിട്ട് പെരുകുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ കൂടെ വളർത്തുന്നത് നല്ലതായിരിക്കും. ഇത് ആ ചേട്ടൻ തന്നെ അയച്ചു തന്ന കുറേ പായലിൻ്റെ ഇതാണ്. അതും ഇതിനകത്തിലേക്ക് ഇടുക. 2 മാസം കൊണ്ട് പൂവാകുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പം അതെങ്ങനെ ആകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.